ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 51,208 ആണ്. അപ്പോൾ ഇന്നലത്തെ ക്ലോസ് എന്ന് പറയുമ്പോൾ 51,171 ആണ്. അതാണ്ട് ഒരു 38 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആണ്. ഗ്യാപ്പ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും താഴെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നോക്കാം ഓപ്പണായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ നിന്ന് അത് സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം. ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം സമയം 9:17 ഞാൻ ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 51,400 പുട്ട് ഓപ്ഷനിൽ, ഇൻ ദ മണി പുട്ട് ഓപ്ഷനാണ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. റിജക്ഷനാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ലോസിലാണ് നമ്മുടെ PNL ഇപ്പം കാണിക്കുന്നത്. സോ ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം നമുക്ക് നോക്കാം, അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ ഒരു 5,000 6,000 ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പൈക്കെങ്കിലും കിട്ടേണ്ടതാണ്. ഇന്നലത്തെ ഡേയുടെ ക്ലോസിങ്ങിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നല്ലൊരു ക്യാൻഡിൽ വരുന്നുണ്ട്, നോക്കാം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ അത് കണ്ടിന്യൂ ആവോ? ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് ഇപ്പം കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ട്രേഡ് ഇപ്പം ബുക്കായിരിക്കുന്നത് 26,544 ആണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ട്രേഡാണ്. വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 10:13 ആയിരിക്കുകയാണ്. സോ 51,300 പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു പുട്ട് ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്, ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സിക്യൂട്ട് ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തരേണ്ടതാണ്, കാരണം ഡേ ലോയുടെ അടുത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു കോൾ ഓപ്ഷനിൽ ഒരു ട്രേഡൂടെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, കാരണം കുറേ നേരമായിട്ട് ഒരേ സ്ഥലത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 51,000 കോൾ ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. അപ്പോൾ എന്തായാലും നോക്കാം ഏത് സൈഡിലാണ് നമുക്ക് ട്രേഡ് കിട്ടുന്നതെന്ന്. ഇവിടുന്ന് ബ്രേക്ക് ഔട്ടും ആവാം, ചിലപ്പോൾ ബ്രേക്ക് ഡൗണും ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോൾ സൈഡിൽ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ടായി. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത്. ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനൊരു 5 സെക്കൻഡ്സ് കൂടെ ഉണ്ട്, എന്തായാലും നോക്കാം. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്യാണ്, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു പുട്ട് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് അതും ഞാൻ ക്യാൻസൽ ചെയ്തേക്കുകയാണ്. അപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് 7,391 ആണ്. PNL ഇപ്പം 33,935 ആണ്.
വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം സമയം 12:25 ആയിരിക്കുകയാണ്. സോ ഞാനിവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നു. ഒരു 11,129 പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. സിംഗിൾ ക്യാൻഡൽ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ PNL നോക്കി കഴിഞ്ഞാൽ 45,064 ആണ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. സോ അങ്ങനെ പറ്റിയാണ്. ഇപ്പോൾ സമയം 2:08 ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് കോൾ സൈഡിലും ഒന്ന് പുട്ട് സൈഡിലും. കുറേ നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ കോൾ സൈഡിൽ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഒരു റിജക്ഷനാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും നോക്കാം, ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ആവുമെന്ന് നോക്കാം. പക്ഷെ മാർക്കറ്റിൽ സ്ട്രെങ്ത് കാണുന്നില്ല, ഒരു കൺവിക്ഷൻ കിട്ടുന്നില്ല ഈ ട്രേഡിൽ. കാരണം അതിൻ്റെ ആ ക്യാൻഡിലിൻ്റെ വിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നല്ലൊരു റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു 4,000. ഓക്കെ, സെക്കൻഡ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അതൊരു ഇൻസൈഡ് ക്യാൻഡിൽ ആയിട്ടാണ് കാണുന്നത്. ബ്രേക്ക് ഔട്ട് ചെയ്യുമോ എന്ന് അറിയില്ല, നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ആ ക്യാൻഡിലും നല്ലൊരു റിജക്ഷനാണ് കിട്ടുന്നത്. എന്തായാലും മേളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. തന്നെ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. സോ ഇത് രണ്ടും കാരണം റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നതിൽ കാര്യമില്ല, കാരണം ലോസ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ആകാൻ ഒരു 5-6 സെക്കൻഡ് കൂടെ നോക്കാം. മൂന്നാമത്തെ ക്യാൻഡിലും ചെറിയ ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ ഈ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തു. കാരണം വലിയൊരു റിജക്ഷൻ ക്യാൻഡിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു 11,000 ഈ ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിലെ ട്രേഡ് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ സമയം 2:18 ആയിരിക്കുകയാണ്. സോ 51,300 പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോക്കാം എക്സിക്യൂട്ട് ആവോ ഇല്ലയോ എന്ന്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നത്. പക്ഷെ അതിൻ്റെ ഫോളോ അപ്പ് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഡേ ലോ വരെയെങ്കിലും വരേണ്ടതാണ് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച്. പക്ഷേ കാരണം സപ്പോർട്ട് സോണാണ് താഴെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് റിജക്ഷൻ കിട്ടാനും മതി. നല്ലൊരു ചെറിയൊരു സ്പൈക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റാവും. അത് നോക്കാം. തൽക്കാലം ഇപ്പോൾ ഒരു 9,000 ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റിജക്ഷനാണ്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവും. അല്ലെങ്കിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം ചെറിയ പ്രോഫിറ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
നോക്കാം, ഒരു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ബുക്ക് ചെയ്യാം. അതല്ല റിജക്ഷനാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഓക്കെ, ഒരു കണ്ടിന്യൂവേഷൻ കാണുന്നില്ല. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിയത് 14,880 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ്സ് എന്ന് വെച്ചാൽ 48,447 ആണ്. അപ്പോൾ എന്തായാലും ഒരു 5 ട്രേഡ് എടുത്തു കഴിഞ്ഞു നമ്മൾ ഇന്ന്. സോ ഇന്ന് ക്ലോസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.